Hi future doctors. നിങ്ങൾക്കറിയാം for clearing the toughest competitive exam like NEET, just by learning a lot of syllabus is not enough. കുറേ ഡെപ്തിൽ കുറേ കണ്ടന്റ് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് അബൌട്ട് ഹൗ യു മാനേജ് ടൈം ഇൻ ദി എക്സാം ഹാൾ, ഹൗ യു apply the concept in the questions, and it's even important how you fill the OMR sheet. ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സൈലം നിങ്ങൾക്കായിട്ട് നടത്തുന്ന നീറ്റ് മോഡൽ മോക്ക് എക്സാം ആണ് സൈലത്തിൻ്റെ GIBs അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാം. I know many of you all have been waiting for GIBs to happen. അങ്ങനെ much awaited ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് GIB for this academic year is going to happen on 27th of July. ജൂലൈ 27 നമ്മുടെ ആദ്യത്തെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാം നടക്കുകയാണ്. നീറ്റിൻ്റെ അതേ പാറ്റേണിൽ സൈലം നിങ്ങൾക്കായിട്ട് നടത്താൻ പോകുന്ന സീരീസ് ഓഫ് മോക്ക് എക്സാംസിൻ്റെ തുടക്കമാണിത്. അപ്പോൾ സൈലത്തിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാംസ് വന്ന് എഴുതാം. ഓൺലൈൻകാർക്ക് സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് വന്ന് എഴുതണം. ആൻഡ് സ്പോട്ട് രജിസ്ട്രേഷൻസും അവൈലബിൾ ആയിരിക്കും. ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഓൾസോ ക്യാൻ കം ആൻഡ് അറ്റൻഡ് ദിസ് എക്സാം. അപ്പം എന്താണ് ഈ എക്സാമിൻ്റെ പ്രത്യേകത? ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് GIB നടത്താൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ എക്സാക്ട്ലി നീറ്റ് പാറ്റേണിൽ നീറ്റ് 2025 ഡിഫിക്കൽട്ടി ലെവൽ വാസ് വെരി ഹൈ. അപ്പോൾ മാറുന്ന രീതിയിലുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ആൻഡ് ഇറ്റ്സ് ഈവൻ ഹൗ യു റീഡ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഹൗ യു അനലൈസ് ദ ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നിങ്ങൾ എത്ര ടൈം എടുക്കുന്നു ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ, അതുപോലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫോർ യു it is the most important step that you're going to take towards your NEET 2026 preparation. ഈ GIB എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ നീറ്റ് 2025 എഴുതിയതിന് ശേഷം നമ്മളൊരു എക്സാം ഹാളിൽ പോയി ഓഫ്ലൈൻ ആയിട്ട് നീറ്റിൻ്റെ അതേ പാറ്റേണിൽ അതേ എൻവറോൺമെൻറ്റിൽ എഴുതാൻ പോകുന്ന ഫസ്റ്റ് എക്സാം ആണിത്. സോ ദിസ് ഇസ് our ഫസ്റ്റ് സ്റ്റെപ്പ് ടു NEET 2026 സക്സസ്. അപ്പോൾ അതുകൊണ്ട് എക്സാമിനെ എല്ലാവരും നല്ല സീരിയസ് ആയിട്ട് എടുക്കുക. സിലബസ് ഏതൊക്കെയാണെന്നുള്ളതും ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ വരുന്ന വീഡിയോസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സൈലത്തിൻ്റെ നീറ്റ് ടോപ്പേഴ്സ് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമാണ്, അവരെ അവരുടെ പ്രിപ്പറേഷനിൽ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്ത ഒരു ഇമ്പാക്റ്റ്ഫുൾ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ GIB എക്സാംസ് ആയിരുന്നു. അവർ ഈ GIB എക്സാംസ് മാക്സിമം ഓഫ്ലൈനായിട്ട് പോയി എക്സാം ഹാളിൽ ഇരുന്ന് എഴുതാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് GIBs എഴുതി ഇതൊരു സീരീസ് ഓഫ് എക്സാംസ് ആണല്ലോ. അപ്പോൾ നീറ്റ് എക്സാം ഹാളിൽ എൻട്രി ചെയ്തപ്പോഴേക്കും അവർക്ക് ആ ഒരു ടെൻഷനോ ഒരു ഫിയറോ എക്സാം ഹാൾ നെർവസ്നെസ്സോ ഒന്നും ഫീൽ ചെയ്തില്ല എന്നാണ് പറയുന്നത്. നീറ്റ് 2025 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും നല്ല ഷോക്കായി പോയി. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ നിങ്ങളെ അതിനും പ്രിപ്പയർ ചെയ്യുകയാണ്. അതായത് നീറ്റ് 2026 ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമ്മൾക്ക് ആ ഷോക്ക് ഉണ്ടാവരുത്. സോ ദ ക്വസ്റ്റ്യൻ പേപ്പർ ദാറ്റ് യു ആർ ഗോയിങ് ടു പ്രാക്ടീസ് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് മക്കളെല്ലാവരും എക്സാം ഹാളിൽ പോയി ഈ എക്സാം എഴുതുക. ഈ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് സൈലത്തിൻ്റെ കേരളത്തിലെ എല്ലാ ഹൈബ്രിഡ് സെൻറ്റേഴ്സിലും സെൻറ്റേഴ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിലല്ലാത്ത എക്സാം സെൻറ്റേഴ്സും ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ അറിയിക്കും. പിന്നെ ഈ ഓരോ എക്സാം എഴുതി കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മിസ്റ്റേക്ക് അനാലിസിസ്. ഇപ്പം നമ്മൾക്ക് ആദ്യമൊക്കെ നമുക്ക് 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ ഉള്ളൂ. പക്ഷേ പോകെ നിങ്ങൾ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കൂടി വരും. നമ്മളങ്ങനെ ഫുൾ സിലബസ് മോക്ക് എക്സാം എഴുതുന്ന സ്റ്റേജസിൽ വരെ നമ്മൾ എത്തും. എല്ലാ സ്റ്റേജിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ GIB എഴുതി കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, മിസ്സായ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നുള്ളത് ഒരു മിസ്റ്റേക്ക് ബുക്ക് ഇപ്പോഴേ മാനേജ് ചെയ്യുക. ഈ ഒരു ആക്ടിവിറ്റി ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇപ്പോഴേ ഒരു മിസ്റ്റേക്ക് ബുക്ക് റെഡിയാക്കി വെച്ചോളൂ. എന്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള റീസൺ എഴുതുക, അതിൻ്റെ സൊല്യൂഷൻ എഴുതുക. അത് അടുത്ത എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ മിസ്റ്റേക്ക് ബുക്ക് ആയിരിക്കണം നിങ്ങളുടെ ഫൈനൽ റെഫറൻസ് മെറ്റീരിയൽ. അപ്പോൾ ഇത് എല്ലാ വർഷവും ഞാൻ നമ്മുടെ ടോപ്പേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമായിരുന്നു. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ദിസ് ഹാസ് ഹെൽപ് ദം എ ലോട്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ യു മെയിൻറ്റെയിൻ എ മിസ്റ്റേക്ക് ബുക്ക് റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബാച്ച്. GIB എക്സാമിന് വേണ്ടി തന്നെ നമുക്കൊരു സെപ്പറേറ്റ് മിസ്റ്റേക്ക് ബുക്ക് വെക്കാം. GIBs എനിക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, എന്ത് റീസൺ കൊണ്ടാണ് ഞാനത് തെറ്റിച്ചത്, അതിൻ്റെ കാരണം NCERT വായിച്ചിട്ടില്ലായിരുന്നു, കോൺസെപ്റ്റ് അറിയില്ലായിരുന്നു, ഓർമ്മ കിട്ടിയില്ല, ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി, എന്താണെങ്കിലും ആയിക്കോട്ടെ അതവരെ എഴുതി വെക്കുക. അതവിടെ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ക്വസ്റ്റ്യൻ എഴുതുക, അതവിടെ എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ റീസൺ, എന്നിട്ട് പിന്നെ സൊല്യൂഷൻ എന്തായിരുന്നു അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം മക്കളെ. ദിസ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു. ബിക്കോസ് നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമല്ലേ? യെസ്. സോ എല്ലാവരും ഈ ഒരു ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് പ്രോമിസ് മീ യു വിൽ ഡു ദിസ്. അപ്പോൾ വരുന്ന GIB എക്സാം മറക്കേണ്ട ഡേറ്റ് ജൂലൈ 27 ആണ്. ഗെറ്റ് സെറ്റ്. നമ്മൾ നമ്മുടെ നീറ്റ് 2026 ആ ജേർണി സ്ട്രോങ് ആയിട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗുഡ് ലക്ക്.